ലോകപ്രശസ്തമായ മാഡം തുസാഡ് മ്യൂസിയത്തെ പോലെ രാമായണത്തിലെ കഥാതന്തുക്കളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ലോകോത്തര മ്യൂസിയം അയോധ്യയിലൊരുങ്ങുന്നു. മാഡം തുസാഡ് മ്യൂസിയത്തെക്കുറിച്ച് കേട്ടിരിക്കുമല്ലോ. മെഴുക് ശില്പങ്ങൾ തീർക്കുന്നതിൽ അഗ്രഗണ്യയായ മേരി തുസാഡ് എന്ന ഫ്രഞ്ച് വനിത ലണ്ടനിൽ സ്ഥാപിച്ച മെഴുക് മ്യൂസിയമാണ് മാഡം തുസാഡിൻ്റെ മ്യൂസിയം എന്നറിയപ്പെടുന്ന മാഡം തുസാഡ് മ്യൂസിയം. ഈ മ്യൂസിയത്തിൻ്റെ ആദ്യകാലത്തെ പേര് മേരി ഗ്രോ ഷോട്ട്സ് എന്നായിരുന്നു. വോൾട്ടയറിൻ്റെ മെഴുക് ശില്പം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത മ്യൂസിയം പിന്നീട് മ്യൂസിയത്തിൻ്റെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചു. ഇന്ത്യയിലടക്കമുള്ള ലോക പ്രശസ്ത വ്യക്തികളുടെ ജീവൻ തുടിക്കുന്ന മെഴുക് ശില്പങ്ങൾ മാഡം തുസാഡ് മ്യൂസിയത്തിൻ്റെ മാതൃകയിൽ ലോകോത്തരമായ ഒരു മ്യൂസിയം രാമജന്മഭൂമിയായ അയോധ്യയിലൊരുങ്ങുന്നു. ശ്രീരാമദേവനെ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മിക്കുന്ന മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കും മുൻപ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുന്നത് പുതിയ വീഡിയോകളുടെ ലഭ്യതയ്ക്ക് സഹായിക്കുന്നതാണ്. രാമക്ഷേത്ര നിർമ്മാണത്തോടുകൂടി ദ്രുതഗതിയിലുള്ള വികസന പരമ്പരകളാണ് അയോധ്യയിലെങ്ങും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോകോത്തരമായ ഒരു മെഴുക് മ്യൂസിയം, അതിൻ്റെ നിർമ്മാണം കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു എന്ന വിവരമാണ് ലഭിക്കുന്നത്. സീതാ സ്വയംവരം, വനവാസ്, ലങ്കാദഹൻ എന്നീ രാമകഥാപാത്രങ്ങളുടെ 35ഓളം രംഗങ്ങളുടെ ആവിഷ്കാരങ്ങൾ ഉൾപ്പെടെ 100ഓളം ഹൈന്ദവ ഇതിഹാസ കഥാപാത്രങ്ങളുടെ മെഴുക് ശില്പങ്ങൾ വിശ്വാസികൾക്കും സന്ദർശകർക്കുമായി ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നതാണ്. 2 ഘട്ടങ്ങളിലായി ആദ്യം വികസിപ്പിക്കുന്ന മ്യൂസിയത്തിൽ 1000 ചതുരശ്ര അടിയിൽ രാമകഥ ആസ്പദമാക്കി ആദ്യഘട്ടം ഈ വർഷം മെയ് മാസത്തിനകം തന്നെ രാജ്യത്തിന് സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. 2ാം ഘട്ടം കൃഷ്ണകഥയെ അടിസ്ഥാനമാക്കിയാണ് പുനരാവിഷ്കരിക്കുന്നത്. ഫൈബർ, സിലിക്കൺ, ഗ്ലാസ്, മറ്റാധുനിക സാമഗ്രികൾ എന്നിവയാൽ നിർമ്മിക്കുന്ന ഈ പ്രതിമകളുടെ നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത് ഒരു മലയാളിയാണ്. ഇത് നമ്മൾ കേരളീയരെ സംബന്ധിച്ച് അഭിമാനാർഹമായ കാര്യമാണ്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെഴുക് ശില്പകലാകാരനായ സുനിൽ കണ്ടല്ലൂർക്കാണ് പ്രതിമാ നിർമ്മാണ ചുമതല. നരേന്ദ്രമോദി, സച്ചിൻ തെണ്ടുൽക്കർ, അണ്ണാ ഹസാരെ, ബാൽ താക്കറെ, രജനീകാന്ത്, MG രാമചന്ദ്രൻ എന്നിവരുൾപ്പെടെ 170ഓളം പ്രശസ്തമായ ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ള സുനിലിൻ്റെ ചരിത്ര ദൗത്യമാണ് 7 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നതാണ് ആദ്യഘട്ടം. അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ അനുവദിച്ച 2.5 ഏക്കർ സ്ഥലത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ശ്രീരാമകഥ ചിത്രീകരിക്കുന്ന ഒരു മെഴുക് മ്യൂസിയം എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയായിരുന്നു. മ്യൂസിയം ടെൻഡറിന് മാത്രമായിരുന്നു സുനിൽ അപേക്ഷിച്ചതെങ്കിലും സർക്കാർ മറ്റൊരു ടെൻഡർ കൂടി മുന്നോട്ട് വയ്ക്കുകയും ഏക അപേക്ഷകനായ സുനിലിന് പ്രതിമാ നിർമ്മാണത്തിൻ്റെ മുഴുവൻ ചുമതലയും ലഭ്യമാക്കുക കൂടി ചെയ്തു. കന്യാകുമാരി, തേക്കടി, ലോണാവാല എന്നിവിടങ്ങളിലെല്ലാം പ്രശസ്തമായ ശില്പങ്ങൾ തീർത്ത സുനിൽ കണ്ടല്ലൂർക്കൊപ്പം മ്യൂസിയത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ്, ലോജിസ്റ്റിക് ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സഹോദരങ്ങളായ സുമേഷും സുജിത്തുമുണ്ട്. 80 പ്രതിമകളുടെ നിർമ്മാണം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭ്യമായ വിവരം. പ്രത്യേക വൈദഗ്ധ്യം നേടിയ 5 തൊഴിലാളികളാണ് ശില്പത്തിനുള്ള അച്ചുകൾ നിർമ്മിക്കുന്നത്. 25ഓളം തൊഴിലാളികൾ മ്യൂസിയത്തിൻ്റെ മറ്റ് വർക്കുകളിൽ സഹായികളായി ഉണ്ട്. വളരെയേറെ ഗവേഷണ പഠനങ്ങൾക്ക് ശേഷമാണ് ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതയുടെയും ഹനുമാൻ്റെയും വിവിധ ചിത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിമാ നിർമ്മാണം ആരംഭിച്ചത്. രാമൻ വനവാസത്തിന് പോകുന്ന രംഗവും തൻ്റെ ഇരട്ട കുട്ടികൾക്കൊപ്പം കളിക്കുന്നതും രാവണ യുദ്ധവും ഉൾപ്പെടെ രാമായണത്തിൻ്റെ വിവിധ രംഗങ്ങൾ മനുഷ്യ ചർമ്മത്തോട് ഏറെ സാദൃശ്യമുള്ള ആധുനിക സിലിക്കൺ സാങ്കേതികത ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നതാണെന്ന് സുനിൽ അവകാശപ്പെടുന്നു. ചിത്രങ്ങളിലും വീഡിയോകളിലും മാത്രം മെഴുക് പ്രതിമകൾ ദർശിച്ചിട്ടുള്ളവർക്ക് അയോധ്യയിലെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ രാമകഥയിലൂടെയും കൃഷ്ണകഥയിലൂടെയും ജീവൻ തുടിക്കുന്ന ഇഷ്ടദേവന്മാരെ ഭക്തി നിർഭരം കണ്ട് വണങ്ങാനുള്ള അസലുഭ സന്ദർഭം എത്രയും വേഗം ആഗതമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം മലയാളി എന്ന നിലയിൽ ശ്രീ സുനിൽ കണ്ടല്ലൂരിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ.
പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.